നമസ്കാരം. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ ബി.ജെ.പിയെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ പിന്നിലാക്കി ചരിത്രം കുറിച്ചതിന് തൊട്ടു പിന്നാലെ പ്രശസ്ത ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക്. CJP 2029 എന്ന യൂസർ നെയിമുള്ള അക്കൗണ്ട് തുറക്കുമ്പോൾ അക്കൗണ്ട് വിത്ത് ഹെൽഡ് എന്ന വലിയ അക്ഷരങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള നിയമപ്രകാരമായ ആവശ്യപ്രകാരമാണ് അക്കൗണ്ട് തടഞ്ഞിരിക്കുന്നത് എന്ന പോപ്പ് സന്ദേശവുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ നടപടി താൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതായി കൂട്ടായ്മയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രതികരിച്ചു. അക്കൗണ്ട് വിലക്കപ്പെടുമ്പോൾ 165K ഫോളോവേഴ്സാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഒരു ആധികാരിക അതോറിറ്റിയിൽ നിന്ന് കൃത്യമായ നിയമപരമായ ആവശ്യം വരുമ്പോഴോ പ്രാദേശിക നിയമങ്ങളുടെ ലംഘനം ഉണ്ടാകുമ്പോഴോ മാത്രമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്ത് മാത്രം അക്കൗണ്ടുകൾക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്താറുള്ളതെന്ന് എക്സ് അധികൃതർ വ്യക്തമാക്കി. CJP 10 ദശലക്ഷം ഫോളോവേഴ്സിനെ നേടിയിരുന്നു. നിലവിൽ ഏതാണ്ട് 8.7 ദശലക്ഷം ഫോളോവേഴ്സുള്ള BJPയുടെ ഔദ്യോഗിക അക്കൗണ്ടിനെ മറികടക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി. ഇതേ പ്ലാറ്റ്ഫോമിൽ 13 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുമായി കോൺഗ്രസ് മുന്നിൽ തുടരുമ്പോൾ ആം ആദ്മി പാർട്ടി ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വളരെ പിന്നിലാണ്. മെയ് 16 മാത്രം ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ ഈ പേജ് വെറും 5 ദിവസം കൊണ്ട് BJPയുടെ ഔദ്യോഗിക പേജിന്റെ ഫോളോവേഴ്സ് എണ്ണത്തെയും മറികടക്കുകയായിരുന്നു. അതേസമയം എക്സ് അക്കൗണ്ട് പൂട്ടിയതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൂട്ടുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു കേസിന്റെ വാദത്തിനിടെ തൊഴിലില്ലാത്ത യുവാക്കൾ RTI പ്രവർത്തകരായി മാറി എല്ലാവരെയും ആക്രമിക്കുകയാണെന്നും അവർ പാറ്റകളെ പോലെയാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് ഈ സൈബർ വിപ്ലവത്തിന് തിരികൊളുത്തിയത്. എങ്കിൽ എല്ലാ പാറ്റകൾക്കും ഒരുമിച്ച് ചേർന്നുകൂടെ എന്ന ചോദ്യവുമായി അഭിജിത് ദീപ്കെ രംഗത്തെത്തുകയായിരുന്നു. 2026 മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പേജും വെബ്സൈറ്റും തുടങ്ങി. സംഭവം വിവാദമായതോടെ വ്യാജ ബിരുദക്കാരെയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് ന്യായീകരിച്ചെങ്കിലും ഇന്ത്യൻ യുവാക്കൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മടിയന്മാരും എപ്പോഴും ഓൺലൈനിൽ സമയം കളയുന്നവരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന ടാഗ് ലൈനോടെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയായ അഭിജിത് ദീപ്കെ ഈ ഡിജിറ്റൽ പാർട്ടിക്ക് രൂപം നൽകിയായിരുന്നു. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് ടാഗ് ലൈനോടെ വന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലക്ഷക്കണക്കിന് യുവാക്കളാണ് മിനിറ്റുകൾക്കകം മെമ്പർമാരായത്. മഹുവ മൈത്രി അടക്കമുള്ള മുഴുവൻ സമയ രാഷ്ട്രീയക്കാരും ഇതിന് ഭാഗമായിരുന്നു. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയായ 30-കാരൻ അഭിജിത് ദീപ്കെയാണ് ഈ ഡിജിറ്റൽ പാർട്ടിയുടെ സ്ഥാപകൻ. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അഭിജിത്ത്. അഭിജിത്തിന്റെ ആം ആദ്മി ബന്ധവും ഇതോടൊപ്പം ചർച്ചയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൈത്ര, കീർത്തി ആസാദ് എന്നിവരും പാർട്ടിയിൽ അംഗത്വമെടുത്തിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും എന്നാൽ വ്യവസ്ഥിതിയിലെ പോരായ്മകളെ പരിഹാസത്തിലൂടെ ചോദ്യം ചെയ്യുമെന്നുമായിരുന്നു ഈ ഡിജിറ്റൽ കൂട്ടായ്മ പ്രഖ്യാപിക്കുന്നത്. തീർത്തും ആക്ഷേപഹാസ്യ സ്വഭാവമുള്ളതാണെങ്കിലും പാർട്ടി മുന്നോട്ട് വെക്കുന്ന 5 മാനിഫെസ്റ്റോ ഗൗരവമേറിയ ചില രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു. വിരമിച്ച ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് പ്രതിഫലമായി നൽകരുത്, പാർലമെന്റിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുക, പാർട്ടി മാറുന്ന MPമാർക്കും MLAമാർക്കും 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുക, വോട്ടർമാരുടെ പേര് അനധികൃതമായി വെട്ടിമാറ്റിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യുക, അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയവയായിരുന്നു കോക്രോച്ച് പാർട്ടിയുടെ മാനിഫെസ്റ്റോ. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് നിലവിലെ രാഷ്ട്രീയ സംസ്കാരത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വീഴ്ചകളെയും ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും വിമർശിക്കുന്ന ഒരു ആക്ഷേപഹാസ്യ പ്ലാറ്റ്ഫോം മാത്രമാണ്. യുവാക്കൾക്ക് വേണ്ടിയുള്ള യുവാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ മുന്നണി എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ, സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയാണ് ഇവരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.